റാം നാരായൺ റാം. നിങ്ങൾ ആരും ഒരിക്കലെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ മനുഷ്യൻ എങ്ങനെ തൻ്റെ മാതാപിതാക്കളുടെ ശരീരത്തിൽ എത്തിയതായി? അതെല്ലാം പ്രകൃതിയിലൂടെ തന്നെയാണ്. മാതാപിതാക്കൾ പ്രകൃതിയിൽ നിന്നുള്ള പഴങ്ങൾ കഴിച്ചു, സൂര്യനിൽ നിന്ന് വെളിച്ചം നേടി, വായുവിൽ നിന്നുള്ള ശ്വാസം ശ്വസിച്ചു. ഈ എല്ലാറ്റിനെയും ചേർത്താണ് നമ്മൾ ഉണ്ടാകുന്നത്. നമ്മൾ പൂർണ്ണമായും ബ്രഹ്മാണ്ടത്തിൽ നിന്നുള്ളവരാണ്. നമ്മുടെ ഉള്ളിൽ അത് ഉണർത്താനായി മനുഷ്യൻ സൃഷ്ടിച്ച മതം നമ്മൾക്കാവശ്യമായില്ല. മതം എന്നത് അർത്ഥമാക്കുന്നത് തന്നെ തിരിച്ചറിയലാണ്. നമ്മൾക്ക് റാം നാരായൺ റാം എന്ന നാമം ജപിച്ചുകൊണ്ടിരിക്കുകയും അതിലൂടെ എല്ലാം ലഭിക്കുകയുമാണ് ചെയ്യുന്നത് എങ്കിൽ പിന്നെ മറ്റെന്തിനാണ് മതം ആവശ്യം? ഒരിക്കൽ മനുഷ്യൻ അറിയുന്നു എങ്കിൽ തന്നെ അവൻ എന്താണെന്ന് പിന്നെ മതത്തിന് ആവശ്യമുണ്ടാകില്ല. മനുഷ്യൻ നേരിട്ട് ബ്രഹ്മാണ്ടവുമായി ബന്ധപ്പെടാൻ കഴിയും. എൻ്റെ മഹാഗുരു പറഞ്ഞു, നിങ്ങളുടെ യഥാർത്ഥ മാതാപിതാക്കൾ ആകാശമാണ്. അവരുടെ പേരാണ് റാം നാരായൺ റാം. ഭൂമിയിൽ കാണുന്ന എല്ലാ കാര്യങ്ങളും ആകാശത്തിൽ നിന്നുമാണ് വന്നത്. അതിൻ്റെ അംഗത്തെയാണ് അതെല്ലാം. ഇന്നത്തെ സോഷ്യൽ മീഡിയയിൽ പല കാര്യങ്ങളും കാണിക്കപ്പെടുന്നു. അതിലൂടെ ആളുകളെ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ, മതത്തിൻ്റെ പേരിൽ, ജാതിയുടെ പേരിൽ പ്രകോപിപ്പിക്കുന്നു, കൊള്ളയടിക്കുന്നു. അതിനാലാണ് ആളുകൾക്ക് മനസ്സിലാകാത്തത് എന്താണ് ശരിയും എന്താണ് തെറ്റും. അങ്ങനെയാണെങ്കിൽ ചെയ്യേണ്ടത് എന്താണ്? ഭൂമിയിൽ മനുഷ്യൻ സൃഷ്ടിച്ച വിദ്യാഭ്യാസം പ്രകൃതി അടിസ്ഥാന വിദ്യാഭ്യാസമാക്കി മാറ്റണം. അങ്ങനെ ചെയ്താൽ വിദ്യാഭ്യാസ സംവിധാനത്തിന് വലിയ മാറ്റമുണ്ടാകും. ഭൂമിയിൽ ജീവിക്കുന്ന വൃക്ഷങ്ങൾ, ജീവികൾ, മനുഷ്യരെ ഭൂമി ഒരിക്കലും തള്ളിയുകളയുന്നില്ല. ഭൂമിയിൽ ഉള്ള രാഷ്ട്രീയക്കാരും ജഡ്ജിമാർ, എഞ്ചിനീയർമാർ, ഡോക്ടർമാർ, അധ്യാപകർ ഇവർ എല്ലാം പ്രകൃതിയെക്കുറിച്ച് ചിന്തിക്കേണ്ടത് ആണ്. മഹാഗുരു ബാലക് ബ്രഹ്മചാരി ജി മാത്രമല്ല, പ്രകൃതിയുടെ ആശയം ഒരു പുസ്തകത്തിൽ എഴുതിയിരുന്നെങ്കിൽ ഭൂമിക്ക് എത്ര നല്ലതായിരുന്നേനെ. ഭൂമിയിൽ ധാരാളം ബുദ്ധിമുട്ടുള്ള ആളുകൾ ഉണ്ട്. ആ ആളുകൾക്ക് അതിൻ്റെ ആശയം മനസ്സിലാക്കേണ്ടതുണ്ട്. ശാസ്ത്രജ്ഞർ ചന്ദ്രനിലേക്കും ഗ്രഹങ്ങളിലേക്കും പോവുകയാണ്. എന്നാൽ അവർ ആദ്യം മനസ്സിലാക്കേണ്ടത് അവിടേക്ക് പോയിട്ട് ഒന്നും ഉണ്ടാകില്ല എന്നതാണ്. ആദ്യം അവർ ഭൂമിയെ മെച്ചപ്പെടുത്തണം. ഭൂമിയിൽ ഏകദേശം 800 കോടി പേർ ഉണ്ട്. അവർ ആദ്യമായി ആലോചിക്കേണ്ടത് ഇതിനെക്കുറിച്ചാണ്. ഒരു ജീവജാലവും വൃക്ഷവും വെള്ളവും വായുവും സൂര്യനും തെറ്റായ പ്രവൃത്തികൾ ചെയ്യുന്നില്ല. തെറ്റ് ചെയ്യുന്നവരാണ് മനുഷ്യർ മാത്രം. ഭൂമിയിൽ ഉള്ള ഓരോ തെറ്റുകളും ഒന്നുവച്ച് തിരുത്തണം. റാം നാരായൺ റാം എന്നത് എന്താണെന്ന് എല്ലാവരും അറിയണം. പ്രകൃതി എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. പ്രകൃതി തൻ്റെ ഭീകരമായ രൂപം സ്വീകരിക്കുമ്പോൾ എല്ലാം ശരിയായി പോകും. ഭൂമി ഇതുവരെ 52 തവണ മറിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു തവണ കൂടി മാറിയാൽ അത് 53ാം തവണയാകും. അതിനാൽ മനുഷ്യർ സ്വയം തിരുത്തേണ്ടതുണ്ട്. ഒരു വ്യക്തി ഡോക്ടറാണെങ്കിൽ ഡോക്ടറെന്ന നിലയിൽ ആളുകളെ ചൂഷണം ചെയ്യുകയാണെങ്കിൽ അവൻ മനസ്സിലാക്കേണ്ടത് അദ്ദേഹം സമുദായത്തിൻ്റെ സഹായത്താൽ ഡോക്ടറായതാണെന്ന്. അതിന് പൊതുസമൂഹം നൽകിയ നികുതിയുണ്ട്. അതിനാലാണ് നിങ്ങൾ നല്ല കോളേജിൽ പഠിക്കാൻ കഴിഞ്ഞത്. അതിനാൽ ജീവിതം പ്രകൃതിയെ അടിസ്ഥാനമാക്കിയിരിക്കണം. അതിനാൽ റാം നാരായൺ റാം എന്ന നാമം ജപിക്കൂ, ധ്യാനം ചെയ്യൂ. നിങ്ങൾ ധ്യാനം ചെയ്താൽ നിങ്ങൾക്ക് ഒരു രോഗവും ഉണ്ടാകില്ല. നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല.